എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുമല്ലേ? ഞങ്ങൾക്ക് ഇവിടെ സുഖമില്ലായിരുന്നു കേട്ടോ. എല്ലാവർക്കും പനിയൊക്കെ ആയി, അങ്ങനെ പനിയൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്കുവാണ്. ശരിക്കും ഈ വീഡിയോ നേരത്തെ വരേണ്ടതായിരുന്നു. ഞാൻ എഡിറ്റ് ചെയ്യാനും എനിക്ക് വോയിസ് കൊടുക്കാനും തൊണ്ടവേദനയൊക്കെ ആയതുകൊണ്ടാണ് ഞാൻ പിന്നെ വീഡിയോ ഒന്നും എഡിറ്റ് ചെയ്യാനായിട്ട് ഇരിക്കാത്തത്. ഒരു കുഴപ്പമില്ലായിരുന്നു കേട്ടോ, നന്നായിട്ട് ഇരുന്നതാണ്, വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാതിരുന്നതാണ്. ഉത്രാടത്തിൻ്റെ അന്നും ഞങ്ങൾ പുറത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നു, ഷോപ്പിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഉത്രാടത്തിൻ്റെ അന്നത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് തിരുവോണത്തിൻ്റെ അന്ന് രാവിലെ ആയപ്പോഴത്തേക്കൊണ്ട് ആമയ്ക്ക് പെട്ടെന്നൊരു പനി വന്നു. പനിയും ഛർദിലും ഒക്കെ ആയി. പിന്നെ അങ്ങനെ ഹോസ്പിറ്റലൊന്നും കൊണ്ടുപോയില്ല, മരുന്നൊക്കെ ഇരുന്നത് കൊണ്ട് അതൊക്കെ എടുത്ത് കൊടുത്തു. അങ്ങനെ അവൾക്ക് കുറഞ്ഞു. പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കും അവൾക്ക് കുറഞ്ഞപ്പോഴത്തേക്കും എനിക്ക് വയ്യാണ്ടായി. അങ്ങനെ പിന്നെ 2 ദിവസം എന്തായാലും റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട്, അതുകൊണ്ടാണ് പിന്നെ വീഡിയോ ഒന്നും ഇടാത്തത്. അപ്പോൾ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് പേരൊക്കെ അന്വേഷണം ചോദിച്ചിട്ടുണ്ടായിരുന്നു, ടാബ്ലറ്റ് ഒക്കെ കറക്റ്റായിട്ട് കഴിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇന്ന് നമ്മൾ ഉത്രാട ദിവസത്തിൽ എടുത്തിട്ടുള്ള വീഡിയോ ആണ്. രാവിലെ തന്നെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ പാത്രങ്ങളൊക്കെ തലേ ദിവസം കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഉത്രാടം സ്പെഷ്യൽ വീഡിയോ ആണ്. തിരുവോണത്തിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ അടുത്ത വ്ളോഗിലായിട്ട് ഷെയർ ചെയ്യാം. കാരണം രണ്ടും കൂടി ഒരുമിച്ച് മിക്സ് ചെയ്ത് ഇടുകയാണെങ്കിൽ വീഡിയോയുടെ ലെങ്ത് കൂടി പോകും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചത്. പിന്നെ ഇന്ന് ഞാൻ പൊങ്കലിൻ്റെ ഒരു റെസിപ്പിയും കൂടി ഷെയർ ചെയ്യുന്നുണ്ട്. നമ്മൾ കുറേ നാൾക്ക് മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്ന ഒരു വ്ളോഗിൽ ഇതുപോലെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, പൊങ്കലിൻ്റെ റെസിപ്പി ആരോ ഷെയർ ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതിനുശേഷം ഇന്നാണ് പൊങ്കൽ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പച്ചരിയും ചെറുപയർ പരിപ്പാണ് വേണ്ടത്. ഞാൻ എടുത്തിട്ടുള്ള ഒരു ചെറിയൊരു ഗ്ലാസ് ഉണ്ടല്ലോ, അതിനകത്ത് ഒരു 3/4 ഗ്ലാസ് പച്ചരിയും അതിൽ തന്നെ 1/4 ഗ്ലാസ് ചെറുപയർ പരിപ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് രണ്ടുമാണ് ഈ പൊങ്കൽ ഉണ്ടാക്കുന്നതിന് ഏറ്റവും മെയിനായിട്ട് വേണ്ട സാധനങ്ങൾ. തമിഴ്നാട്ടിലെ സ്പെഷ്യൽ റെസിപ്പിയാണ് കേട്ടോ. ഇത് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. പിന്നെ എല്ലാവർക്കും ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടണമെന്നില്ല. ഞങ്ങൾക്കൊക്കെ ഇഷ്ടമാണ്. എനിക്ക് ആദ്യമൊക്കെ കഴിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ ആയപ്പോഴത്തേക്കും കഴിച്ച് ശീലിച്ചപ്പോൾ നല്ല ഇഷ്ടമാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീട്ടിലിങ്ങനെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു അളവിനാണ് എടുക്കേണ്ടത്. 3/4 ഗ്ലാസ് പച്ചരിയും, നമ്മൾ അപ്പത്തിനൊക്കെ അരയ്ക്കുന്ന പച്ചരിയില്ലേ, അതും പിന്നെ 1/4 ഗ്ലാസ് ചെറുപയർ പരിപ്പും. വേണമെന്നുണ്ടെങ്കിൽ 1/2 ഗ്ലാസ് വരയ്ക്കും ചെറുപയർ പരിപ്പ് നമുക്ക് എടുക്കാം, കുഴപ്പമൊന്നുമില്ല. അതിനുശേഷം കുക്കറിലാണ് ഞാൻ ചെയ്യുന്നത്. ഇത് തന്നെ നമുക്ക് കലത്തിലൊക്കെ വെച്ചിട്ട് ചെയ്യാം കേട്ടോ. കുക്കറിൽ ചെയ്യുന്നതാണ് നമുക്ക് കുറച്ചും കൂടി ഈസി. അപ്പോൾ കുക്കർ നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് നെയ്യ് ഒഴിച്ചിട്ട് കുറച്ച് ഇഞ്ചി, ഒരു ചെറിയൊരു പീസ് ഇഞ്ചി ചെറുതായിട്ട് നുറുക്കിയത്, പച്ചമുളകും കറിവേപ്പിലയും പിന്നെ നല്ല ജീരകം, കുറച്ച് കായപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ഇത്രയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ അളന്ന് വെച്ചിട്ടുണ്ടായിരുന്ന പച്ചരിയും ചെറുപയർ പരിപ്പും കൂടി നന്നായിട്ട് കഴുകിയതിന് ശേഷം ഈ നെയ്യിലിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. വെള്ളത്തിൻ്റെ അളവെന്ന് പറയുന്നത് ഏകദേശം ഒരു 4 ഗ്ലാസ് അല്ലെങ്കിൽ 3-3.5 ഗ്ലാസോളം എടുക്കാം. അതിനുശേഷം കുക്കറിലിട്ടിട്ട് ഒരു 5 വിസിൽ കേൾപ്പിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടും. അതിനുശേഷം നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ ഞാനത് ചെയ്യുന്നതിനിടയിൽ തന്നെ ആമി ഉറക്കെഴുന്നേറ്റ് വന്നിട്ടുണ്ട്. പിന്നെ രാവിലെ തന്നെ കോലമൊക്കെ ഒന്ന് വരച്ചിടാമെന്ന് വിചാരിച്ചു. ഇന്ന് ശനിയാഴ്ച ആയിരുന്നല്ലോ ഉത്രാടം. അപ്പോൾ ഇന്നൊരു നല്ല ദിവസം ആയതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേറ്റ് കോലമൊക്കെ വരയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനിതൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ആമി ഇതിനിടയിൽ എഴുന്നേറ്റ് വന്നിട്ട് തലേ ദിവസം തന്നെ ഞങ്ങൾ കയ്യിൽ മെഹന്തിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ചുമന്നോന്നൊക്കെ വന്ന് ആമി കാണിച്ചു തരുന്നതാണ്. അപ്പോൾ ഞാനും എൻ്റെ കയ്യിലിട്ടതൊക്കെ അവൾക്ക് കാണിച്ചു കൊടുത്തു. പിന്നെ അതിന് ശേഷം നേരെ വന്നിട്ട് ഞാനൊന്ന് കട്ടൻ ചായക്ക് വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ രാവിലെ ഒരു 6 മണിയായപ്പോഴത്തേക്ക് എഴുന്നേറ്റു. പിന്നെ അതിനുശേഷം ഞാൻ വന്നിട്ട് കട്ടനൊക്കെ ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അത് ഒരു സൈഡിൽ നടക്കുന്നുണ്ട്. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ എനിക്കൊരു കട്ടൻ കുടിച്ചില്ലെങ്കിൽ ശരിയാവത്തില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഹസ്ബൻഡ് ഉറങ്ങുവാണ്, എഴുന്നേറ്റിട്ടില്ല. ആമി ഇന്ന് കുറച്ച് നേരത്തെ എഴുന്നേറ്റ് കേട്ടോ, എന്നോടൊപ്പം എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. ഇന്ന് ഇവർക്ക് സ്കൂളിൽ ലീവും ആണ്, സെക്കൻഡ് സാറ്റർഡേയും കൂടി ആയതുകൊണ്ട് ലീവായിരുന്നു. പിന്നെ നമ്മുടെ ഈ ഒരു പൂക്കളിട്ട് വെച്ചിരിക്കുന്ന ഉരുളിയിലുണ്ടായിരുന്ന വെള്ളവും പൂക്കളും ഒക്കെ കൊണ്ടുവന്ന് ഞാൻ ചെടിക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പുതിയ വെള്ളമൊക്കെ വെച്ചിട്ട് കുറച്ച് പൂക്കളൊക്കെ ഇട്ട് വെച്ചു. അപ്പോൾ രാവിലെ തന്നെ നമുക്കൊന്ന് വിളക്കൊക്കെ വെക്കണം. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം മാർക്കറ്റിൽ പോയപ്പോൾ മേടിച്ചിട്ടുണ്ടായിരുന്ന റോസാപ്പൂക്കളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ജമന്തിയും റോസും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ സാമ്പ്രാണിയൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മണമൊക്കെ വീടിനുള്ളിൽ വരുമ്പോഴത്തേക്ക് നല്ലൊരു ഒരു ഡിവൈൻ സ്മെല്ലാണ്. അതുപോലെ തന്നെ നല്ലൊരു പോസിറ്റീവ് എനർജിയും എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അങ്ങനെ ഞാൻ വിളക്കൊക്കെ ഒന്ന് കൊളുത്തുന്നുണ്ട്.
അങ്ങനെ വിളക്ക് കൊളുത്തലും പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞതിന് ശേഷം വന്ന് നോക്കിയപ്പോഴത്തേക്കും ഉണ്ട് നമ്മുടെ പൊങ്കലിനുള്ള ഇതൊക്കെ റെഡി ആയിട്ടുണ്ട്. കുക്കർ ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്, പകുതി ഓപ്പൺ ചെയ്ത് വെച്ചിരുന്നു. നന്നായിട്ട് പ്രഷർ പോയതിന് ശേഷമാണ് നമ്മളിത് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 3-3.5 ഗ്ലാസോളം വെള്ളമാണ് ഒഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് കട്ടിയായി പോയി. അപ്പോൾ നമുക്ക് ഇതുപോലെ വെള്ളം കുറഞ്ഞു പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വെള്ളം നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ലൂസാക്കി എടുക്കാം. അപ്പോൾ ഇതിൻ്റെ പൊങ്കലിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് കുറച്ചൊന്ന് ലൂസായിട്ടിരിക്കണം. ഒരുപാട് തിക്കാവാനും പാടില്ല, ഒരുപാട് ലൂസാവാനും പാടില്ല കേട്ടോ. ഈ ഒരു രീതിയിലാണ്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആ ഒരു തിക്നെസ്സിൽ നിങ്ങൾ പൊങ്കൽ ആക്കി എടുത്താൽ മതി. പിന്നെ നമ്മൾ പാകത്തിന് ഉപ്പും കൂടി ഇട്ടിട്ടാണ് കുക്കറിലിട്ട് വേവിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നെയ്യിൽ അണ്ടിപ്പരിപ്പ് ഇങ്ങനെ വറുത്ത് ചേർക്കുന്നതാണ് കേട്ടോ. അണ്ടിപ്പരിപ്പ് മാത്രമാണ് വറുത്ത് ചേർക്കേണ്ടത്. വീട്ടിൽ നിന്ന് അമ്മയൊക്കെ വരുമ്പോഴത്തേക്കും ഞാനിത് ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. എൻ്റെ നാത്തൂനൊക്കെ ഇത് കഴിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവരെന്നോട് എപ്പോഴും പറയും എൻ്റെ പൊങ്കൽ കഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉറങ്ങിപ്പോകുന്നൊക്കെ. കാരണം നമ്മൾ ഒരുപാട് നെയ്യൊക്കെ ഇട്ടിട്ട് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി, പെട്ടെന്ന് കഴിയും. പിന്നെ ഇതിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് കഴിക്കേണ്ടത് വെള്ള ചമ്മന്തി ഉണ്ടല്ലോ, പൊട്ടുകടല ചമ്മന്തിയും അതുപോലെ ടിഫിൻ സാമ്പാറാണ്. ടിഫിൻ സാമ്പാർ ഞാൻ ഇതിന് മുന്നത്തെ ഒരു വ്ളോഗിൽ ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് നോക്കിയാൽ മതി. നല്ല ഈസിയാണ്, നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. കുക്കറിൽ തന്നെയാണ് അതും ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ഹസ്ബൻഡ് എഴുന്നേറ്റ് വന്നു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം പിന്നീട് ഞാൻ നാളത്തേക്ക് ഉടുക്കാനുള്ള സാരി എടുത്ത് അയൺ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇത് എൻ്റെ ഒരു പഴയ സാരിയാണ്, ഒരു 6-7 വർഷം മുന്നത്തെ സാരിയാണ്. ഞാൻ എൻ്റെ മാരേജ് കഴിഞ്ഞ ഒരു ടൈമിൽ എനിക്ക് അമ്മ വിഷുവിന് എടുത്ത് തന്നിട്ടുള്ള സാരിയാണ്. ഞാൻ അങ്ങനെ സെറ്റ് സാരി ഒന്നും ഉടുക്കാറില്ല. സാരി തന്നെ ഞാൻ പൊതുവേ ഉടുക്കാറില്ല. എൻ്റെ അനിയൻ്റെയും ഹസ്ബൻഡിൻ്റെ അനിയൻ്റെയൊക്കെ കല്യാണ ടൈമിലൊക്കെയാണ് ഞാൻ സാരി ഉടുത്തിട്ടുള്ളത്. പിന്നെ ഇതുപോലെ എന്തെങ്കിലും വിശേഷ ദിവസങ്ങൾ, സാധാരണ പൊങ്കലും ഓണവും ഇതുപോലെ വിഷു ഒക്കെ വരുമ്പോൾ ദീപാവലിക്കൊക്കെയാണ് ഞാൻ സാരി ഉടുക്കാറുള്ളൂ. അല്ലാതെ എനിക്ക് സാരി ഉടുക്കാനായിട്ട് ഭയങ്കര മടിയാണ്. എനിക്ക് അത്ര നന്നായിട്ട് ഉടുക്കാനും അറിയത്തില്ല കേട്ടോ. അതുകൊണ്ട് ഞാനങ്ങനെ മെനക്കെടാറില്ല. പിന്നെ ഈ ഒരു സാരിയുടെ കൂടെ പെയർ ചെയ്യുന്ന ബ്ലൗസ് ഇതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ നാത്തൂൻ എനിക്ക് മേടിച്ച് തന്നിട്ടുള്ള സാരിയുടെ ബ്ലൗസാണ്. കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയപ്പോൾ അവൾ എനിക്ക് മേടിച്ചു തന്നതാണ്. ഞാൻ ഇതുവരെയും ഉടുത്തിട്ടുമില്ല, പുതിയ ബ്ലൗസാണ്. ഇത് അമ്മ തയ്ച്ച് തന്നിട്ടുള്ള ബ്ലൗസാണ്. അങ്ങനെ ഞാൻ അതൊക്കെ ഒന്ന് അയൺ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ വ്ളോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുപോലെ സ്റ്റിച്ചിങ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ബാക്ക് പെയിൻ ഉണ്ടാവുമെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ പില്ലോ വെച്ചിട്ട് ചെയറിൽ ഇരുന്നിട്ട് സ്റ്റിച്ച് ചെയ്താൽ ബാക്ക് പെയിൻ ഉണ്ടാവത്തില്ല എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ 1-2 പേര്. അപ്പം ഞാനാണെങ്കിൽ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത് കുഷൻ പില്ലോ ആണ് വെച്ചിരിക്കുന്നതായിട്ടാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ വീഡിയോ വന്നതിന് ശേഷമാണ് എല്ലാവരും പറഞ്ഞത് ആ പില്ലോ അല്ല യൂസ് ചെയ്യേണ്ടത്, നമ്മൾ കിടക്കുമ്പോൾ യൂസ് ചെയ്യുന്ന തലേണയല്ലേ പില്ലോ, വലിയ പില്ലോ ഉണ്ടല്ലോ, അതാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ അതെൻ്റെ ഒരു മിസ്റ്റേക്ക് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അത് ശരിക്കും പില്ലോ വെച്ച് ഇരിക്കുന്നതിൻ്റേത് ഷൂട്ട് ചെയ്യാനൊന്നും എനിക്ക് പറ്റിയില്ല. കാരണം എനിക്ക് പനിയായ കാരണം കൊണ്ട് പിന്നീട് എനിക്ക് രണ്ടാമത് ഷൂട്ട് ചെയ്യാനോ ഒന്നിനും പറ്റിയില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ്. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കുമ്പോൾ മനസ്സിലാവും അതെൻ്റെ ഒരു മിസ്റ്റേക്ക് ആയിരുന്നു. അപ്പോൾ ചെറിയ പില്ലോ, കുഷൻ പില്ലോ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്ക് പെയിൻ മാറില്ല. പക്ഷേ എനിക്ക് അത് വെച്ച് ഇരുന്ന് തയ്ച്ചപ്പോഴത്തേക്ക് നന്നായിട്ട് കംഫർട്ടായിട്ട് തോന്നി. മാത്രമല്ല എനിക്ക് സാധാരണ തയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന ബാക്ക് പെയിനേക്കാളും കുറവായിട്ട് എനിക്ക് തോന്നി. എനിക്കങ്ങനെ ബാക്ക് പെയിൻ വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ അങ്ങനെയല്ല, ആ ഒരു പില്ലോ അല്ല കേട്ടോ വെക്കേണ്ടത്. ഈ ഒരു നമ്മുടെ കിടക്കുമ്പോൾ യൂസ് ചെയ്യുന്ന പില്ലോ ആണ്. കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള വലിയ പില്ലോ വെച്ചിട്ടിരുന്നാണ് തയ്ക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2-3 പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് എടുത്ത് കാണിക്കാത്തത് ഇനി ഏതെങ്കിലും ഒരു വ്ളോഗിൽ ഞാൻ തയ്ക്കുന്ന സമയത്ത് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കണ്ടിട്ട് കൺഫ്യൂഷൻ ആവണ്ടെന്ന് കരുതിയിട്ടാണ് പറഞ്ഞത്. അപ്പോൾ എനിക്കതൊരു മിസ്റ്റേക്ക് പറ്റിയത് കൊണ്ടാണ് ഞാനതെടുത്ത് പറഞ്ഞത്. അപ്പോൾ ഒന്ന് പറയാമെന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ പറഞ്ഞതാണ്. തിരുവോണത്തിൻ്റെ അന്ന് അത്തമിടാനുള്ള പൂക്കൾ മേടിക്കാനായിട്ട് ഞങ്ങൾ കോയമ്പേട് മാർക്കറ്റിലാണ് വന്നിട്ടുള്ളത്. ചെന്നൈയിലെ ഏറ്റവും വലിയ മാർക്കറ്റാണ്, ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ മാർക്കറ്റുകളിൽ ഒരു മാർക്കറ്റാണിത്. അപ്പോൾ ഇവിടെ ഒരുപാട് ഷോപ്പുകളുണ്ട് കേട്ടോ. ഒരുപാട് റീറ്റെയിൽ ഷോപ്പുകളും ഹോൾസെയിൽ ഷോപ്പുകളൊക്കെ ഉള്ളൊരു വലിയൊരു മാർക്കറ്റാണ്. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഒരേ ഒരു തവണയാണ് ഞാനിവിടെ വന്നിട്ടുള്ളത്. കല്യാണം കഴിഞ്ഞ ടൈമിലാണ് കേട്ടോ. അതും ഞങ്ങൾ മാർക്കറ്റിൽ വന്നിട്ടുണ്ടായിരുന്നത് പച്ചക്കറിയുടെ സെക്ഷനിലായിരുന്നു. പക്ഷേ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈ പൂക്കളുടെ മാർക്കറ്റിലേക്ക് കയറുന്നത്. അപ്പോൾ എന്നോട് ഹസ്ബൻഡ് പറഞ്ഞു നമുക്ക് ഇങ്ങോട്ടേക്ക് വരാം, കാരണം നമ്മളെപ്പോഴും ചെറിയ മാർക്കറ്റിലാണ് പോകുന്നത്. അങ്ങനെ അത്തപ്പൂക്കളെ ഇടാൻ വേണ്ടിയിട്ടുള്ള പൂ മേടിക്കാനായിട്ട് വന്നതാണ് കേട്ടോ. അടിപൊളിയായിരുന്നു കാണാനായിട്ട്. ഉള്ളിലേക്ക് കയറിയപ്പോൾ തന്നെ ഇഷ്ടം പോലെ പൂക്കളും ആ ജമന്തി പൂക്കളൊക്കെ ഇങ്ങനെ ഹാരം പോലെ കെട്ടിയിട്ട് അടുക്കി വെച്ചേക്കുന്ന കാണാനായിട്ട് എന്ത് ഭംഗിയായിരുന്നെന്ന് അറിയാമോ. അപ്പോൾ ഞങ്ങൾ ഉള്ളിലേക്ക് കയറിയപ്പോഴത്തേക്കൊണ്ട് ഒരുപാട് മലയാളീസ് ഉണ്ടായിരുന്നു. എന്നോട് ഹസ്ബൻഡ് പറഞ്ഞു നമുക്ക് ആദ്യം ഫുള്ളൊന്ന് കറങ്ങി നോക്കാം, കാരണം പെട്ടെന്ന് അവർ നമ്മളെ പറ്റിക്കും കേട്ടോ. കാരണം
ആദ്യമേ തന്നെ കയറിയിട്ട് എല്ലാം കൂടി വാങ്ങിക്കാനായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റേറ്റ് അറിയാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു നമുക്ക് ആദ്യമേ എല്ലാം ഒന്ന് കറങ്ങി കണ്ടതിന് ശേഷം ഓരോ സ്ഥലത്തും റേറ്റ് ചോദിച്ചിട്ട് എവിടെയാണോ കുറവ് അവിടെ നിന്ന് വന്നിട്ട് മേടിക്കാമെന്ന് പറഞ്ഞിട്ടോ. അപ്പോൾ ഞങ്ങൾ ആദ്യം ഒരു റൗണ്ട് ഒന്ന് അടിച്ചു. അതിന് ശേഷം വന്നിട്ട് ഏറ്റവും റേറ്റ് കുറഞ്ഞ സ്ഥലങ്ങൾ നോക്കിയിട്ടാണ് വന്നത്. അപ്പോൾ കയറുന്ന പോർഷനിലിരിക്കുന്ന ഭാഗത്ത് തന്നെയാണ് റേറ്റ് കുറവായിട്ട് തോന്നിയത്. അങ്ങനെ ഞങ്ങൾ വീണ്ടും ഇങ്ങോട്ടേക്ക് വന്നിട്ട് വാങ്ങി. അപ്പോൾ 1 കിലോ പൂവിന് 50 രൂപയാണ് റേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എല്ലാ പൂക്കളും 50 രൂപയാണ് കേട്ടോ. പിന്നെ ഇത് കണ്ടോ, നമ്മുടെ കാക്കപ്പൂവാണ്. എനിക്കിത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. കാരണം നമ്മൾ പണ്ട് പറമ്പത്തൊക്കെ ഇങ്ങനെ ചുമ്മാതെ കിടക്കുന്ന സമയത്ത് പോലും നമ്മൾ വേണ്ടാതെ കളഞ്ഞിരുന്ന പൂവാണ്. ഇത് ഞങ്ങൾ 1/2 കിലോ 80 രൂപയ്ക്കാണ് മേടിച്ചത്. ഞങ്ങൾക്ക് 1/4 കിലോ മതി എന്ന് പറഞ്ഞിട്ട് അവർ തന്നില്ല. 1/2 കിലോ ആയിട്ടേ തരുള്ളൂ എന്ന് പറഞ്ഞു. അതിന് മാത്രമാണ് കുറച്ച് റേറ്റ് കൂടുതലായിട്ട് തോന്നിയത്. അപ്പോൾ ഞങ്ങൾ മേടിച്ചിട്ടുള്ള പൂക്കളൊക്കെ വീട്ടിൽ ചെന്നിട്ട് കാണിച്ചു തരാം. അങ്ങനെ വരുന്ന വഴിയിൽ ഞങ്ങൾ അവിടെ നിന്ന് അങ്ങനെ തിരിച്ചിറങ്ങി റോസും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടാണ് വന്നത്. അതിനുശേഷം നേരെ വന്നിട്ട് വാഴയില മേടിക്കണമായിരുന്നു, പിന്നെ കുരുത്തോല തോരണം മേടിക്കണമായിരുന്നു. അതൊക്കെ വാങ്ങിക്കൊണ്ടാണ് വന്നത്. പിന്നെ നന്നായിട്ട് വെയിലായിരുന്നു കേട്ടോ, ഭയങ്കര ദാഹമായിരുന്നു. അതുകൊണ്ട് വരുന്ന വഴിയിൽ ഹസ്ബൻഡ് ഞങ്ങൾക്ക് കരിമ്പിൻ ജ്യൂസൊക്കെ മേടിച്ച് തന്നു. ഞാനും ആമിയും ഹസ്ബൻഡും ഒക്കെ അതൊക്കെ കഴിച്ചുകൊണ്ട് നേരെ വീട്ടിലേക്ക് വന്നു. ശരിക്കും ഞാൻ അങ്ങോട്ട് പോയപ്പോൾ ഈ അരി ഉഴുന്നും ദോശയ്ക്ക് വേണ്ടിയിട്ട് ഇഡ്ഡലിക്ക് വേണ്ടിയിട്ടുള്ള അരി ഉഴുന്നിടണമെന്ന് വിചാരിച്ചിട്ടാണ് പോയത്. ഞാനത് മറന്നുപോയി. എന്താണെന്ന് അറിയത്തില്ല, ഒരു ബോധവും ഇല്ലാതെയാണ് ഞാൻ അന്നത്തെ ദിവസം ഇരുന്നത് കേട്ടോ. എനിക്ക് ഒട്ടും തന്നെ ഓർമ്മയില്ലായിരുന്നു. പിന്നെ പോയിട്ട് വന്നതിന് ശേഷം മാർക്കറ്റിൽ പോയിട്ട് തിരികെ വീട്ടിലെത്തിയപ്പോൾ 4:30 ആയി. വൈകുന്നേരമാണ് ഞാൻ വന്നിട്ട് പിന്നീട് അരി ഉഴുന്നൊക്കെ വെള്ളത്തിലിട്ടിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ മേടിച്ചിട്ടുള്ള പൂക്കൾ ഇതൊക്കെയാണ്. ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഇത്രയും പൂക്കൾ അത്തത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ വാങ്ങിയത് കേട്ടോ. ഞങ്ങൾ ഇതുവരെയ്ക്കും ഇത്രയും പൂക്കളൊന്നും മേടിച്ചിട്ടില്ല. ഞങ്ങൾ ചെറിയ മാർക്കറ്റിൽ പോയിട്ടാണ് സാധാരണ പൂക്കൾ വാങ്ങുന്നത്. പിന്നെ ഈ പിച്ചിപ്പൂവില്ലേ, ഇത് 50 രൂപയ്ക്ക് തന്നതാണ്. ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് ഞാൻ കെട്ടിയിട്ടും തീരുന്നില്ല. അതുകൊണ്ട് ഞാൻ കുറച്ചെടുത്ത് കെട്ടിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ആ താമര പൂക്കൾ 3 എണ്ണം 20 രൂപയ്ക്കാണ് തന്നത്. അങ്ങനെ അതൊരു 3 എണ്ണം മേടിച്ചു. പിന്നെ അങ്ങനെ പൂക്കളൊക്കെ എടുത്ത് ഞാനൊന്ന് കവറൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഹസ്ബൻഡിനോട് പറയുവാണ് തൂക്കുന്നതിനിടയിൽ ഇതുപോലെ ഇത്രയും നല്ല ലാഭത്തിന് നമുക്ക് പൂക്കൾ ഫസ്റ്റ് ടൈമാണ് കിട്ടുന്നതെന്നൊക്കെ. അപ്പോൾ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞത് എല്ലാ പ്രാവശ്യവും നമ്മുടെ കോയമ്പേട് മാർക്കറ്റിൽ പോയാൽ നല്ല ലാഭത്തിന് കിട്ടും, നമ്മൾ പോകാത്തത് കൊണ്ടാണെന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ അവിടെ ഇരുന്നിട്ട്. അങ്ങനെ ഞാൻ മോപ്പിംഗ് ഒക്കെ ചെയ്തു. പിന്നെ ഒന്ന് നന്നായിട്ട് വീടൊക്കെ ഒന്ന് തുടച്ചെടുത്തു. അപ്പോൾ പിറ്റേ ദിവസം നമുക്കിതൊന്നും ചെയ്യാനായിട്ട് പാടില്ല. തിരുവോണത്തിന് തലേ ദിവസം തന്നെ നമ്മളിതെല്ലാം ക്ലീൻ ചെയ്ത് ഇട്ടേക്കണം. ഞാൻ ഓൾറെഡി വീടൊക്കെ മൊത്തത്തിലൊന്ന് അടിച്ച് വാരി തൂത്തൊക്കെ ഇട്ടിരുന്നതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്തായാലും നമുക്ക് തിരുവോണത്തിൻ്റെ തലേന്ന് ഒന്ന് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കണമല്ലോ, അതുകൊണ്ട് ഒന്ന് മോപ്പിംഗ് ചെയ്തോന്നേ ഉള്ളൂ കേട്ടോ. വീട് മൊത്തം ഒന്ന് അടിച്ച് വാരി തുടച്ചെടുത്തപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷം തോന്നി. കാരണം അതിൻ്റെ ഒരു സന്തോഷം വേറൊന്ന് തന്നെയാണ്. വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടൊന്ന് കാണുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമല്ലേ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ വന്നിട്ട് പിച്ചിപ്പൂക്കളൊക്കെ ഒന്ന് കെട്ടാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര സ്ലോ ആയിട്ടാണ് ഞാൻ പൂ കെട്ടുന്നത്. അപ്പോൾ എന്നെക്കൊണ്ട് കെട്ടാനായിട്ട് പറ്റുന്നില്ല കേട്ടോ. ഒരുപാട് നേരം ഇരുന്ന് പൂ കെട്ടുമ്പോഴത്തേക്കും എനിക്ക് അങ്ങോട്ട് നടുവേദന എടുക്കാനായിട്ട് തുടങ്ങും. എനിക്ക് ഈ ആഫ്റ്റർ ഡെലിവറിയാണ് ഈ ഒരു ബാക്ക് പെയിൻ തുടങ്ങിയിട്ടുള്ളത്. സിസേറിയനും കൂടി ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. അങ്ങനെ ഞാൻ കുറച്ച് പൂക്കളൊക്കെ കെട്ടിയതിന് ശേഷം ബാക്കിയുള്ളത് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ഞാൻ അരി ഉഴുന്നൊക്കെ ഒന്ന് അരച്ചിട്ടുണ്ട് കേട്ടോ, നമ്മുടെ ഇഡ്ഡലിക്ക് വേണ്ടിയിട്ടുള്ള അരി ഉഴുന്നും. അപ്പോൾ നൈറ്റ് ഒരു 9 മണിക്ക് ശേഷമാണ് ഞാൻ അരി ഉഴുന്നും അരച്ച് വെക്കുന്നത്. ഇതിനിടയിൽ തന്നെ ഞങ്ങൾ നൈറ്റ് ഡിന്നർ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ പുറത്തുനിന്നാണ് ഭക്ഷണം വാങ്ങിച്ചത്. കാരണം ഇന്ന് ആകെ മൊത്തം ജോലിയും ഓട്ടപ്പാച്ചിലൊക്കെ ആയതുകൊണ്ട് ഹസ്ബൻഡും എന്നോട് പറഞ്ഞു നമുക്കിനിയിപ്പോൾ പുറത്തുനിന്ന് മേടിക്കാമെന്ന്. അങ്ങനെ പുറത്ത് ഞങ്ങൾ ദോശയാണ് മേടിച്ചത്. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷമാണ് അരി ഉഴുന്നൊക്കെ ഒന്ന് അരച്ച് വെച്ചു. പിന്നെ അതിന് ശേഷം കിച്ചൺ ഫുള്ള് നീറ്റായിട്ട് തുടച്ച് സിങ്കൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഇട്ടിട്ടുണ്ട്. അതിന് ശേഷം കിച്ചൺ അടച്ചിട്ട് നേരെ ഞാൻ വന്നിട്ട് കോലം വരയ്ക്കുന്നുണ്ട്. അപ്പോൾ പിറ്റേ ദിവസത്തേക്ക് വേണ്ടിയിട്ടുള്ള കോലമാണ്. അപ്പോൾ ഞാൻ എപ്പോഴും ഓണം വന്നാലും ഇതുപോലെ പുറത്ത് കോലം വരയ്ക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. കാരണം നമുക്കിവിടെ അത്തപ്പൂക്കളം ഈ ഒരു ഫ്രണ്ട് പോർഷനിൽ നമുക്ക് ഇടാനായിട്ട് പറ്റില്ല. ഇട്ട് കഴിഞ്ഞാലുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് ഭയങ്കര കാറ്റാണ്. പെട്ടെന്ന് തന്നെ കാറ്റ് വന്ന് അടിച്ചെടുത്തിട്ട് പോകും. അപ്പോൾ അതുകൊണ്ട് ഇട്ടതെല്ലാം വേസ്റ്റ് ആവും കേട്ടോ. അതുകൊണ്ട് ഞാൻ പിന്നെ എല്ലാ പ്രാവശ്യവും വീടിനുള്ളിലാണ് ഇടുന്നത്. ഞങ്ങൾ താഴെ ആയിരുന്നപ്പോഴും വീടിനുള്ളിൽ തന്നെയാണ് ഇട്ടുകൊണ്ടിരുന്നത്. നമ്മുടെ സിറ്റ് ഔട്ടിനകത്ത് ഇടുമായിരുന്നു കേട്ടോ. ഈ വീട്ടിൽ മേലെ നമുക്ക്
നമുക്ക് പൂക്കളം ഇടാനുള്ള സൗകര്യം എന്ന് പറയുന്നത് നമ്മുടെ ഹാളിൽ തന്നെയാണ് കേട്ടോ. അപ്പം ഞാൻ പൂജാ ഷെൽഫിൻ്റെ ആ ഒരു ഫ്രണ്ട് പോർഷനിലൊന്ന് ഒരു സൈഡിലോട്ട് ഒതുക്കിയാണ് ഇടുന്നത്. അപ്പോൾ ഹസ്ബൻഡും മോളും ഒക്കെ എന്നോടൊപ്പം കൂടിയിട്ടുണ്ട്. അവരെനിക്ക് പൂക്കളൊക്കെ കട്ട് ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ ആമിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ രണ്ടുപേരും എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ കുടുംബത്തോടെ ഇരുന്ന് എല്ലാവരും കൂടി ഒരുമിച്ച് ഇതൊക്കെ ചെയ്യുന്നത് അതൊരു പ്രത്യേക സന്തോഷമല്ലേ. നമുക്ക് വർഷത്തിലൊരിക്കലാണല്ലോ ഓണമൊക്കെ വരുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഇതൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷം അത് വേറൊന്ന് തന്നെയാണല്ലോ. പിന്നെ അതിനിടയിൽ തന്നെ വീട്ടിൽ നിന്ന് ഫോൺ വന്നിട്ടുണ്ടായിരുന്നു. വീഡിയോ കോളൊക്കെ ചെയ്തു. അമ്മയും അച്ഛനും കൂടി എൻ്റെ അനിയനൊക്കെ വിളിച്ചിട്ട് അങ്ങനെ സംസാരിക്കുമായിരുന്നു. അവരും അവിടെ അത്തപ്പൂക്കളം ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ കാക്കപ്പൂക്കൾ അവർക്ക് കാണിച്ചു കൊടുത്തതാണ്. ഞാൻ ഈ അത്തപ്പൂക്കളമൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരുപാട് നേരമായി. ഇപ്പം ഞാനൊരു 10 മണിക്ക് ശേഷമാണ് അത്തപ്പൂക്കളം ഇടാനായിട്ട് ഇരുന്നത്. 12 മണിയോളം എടുത്തു കേട്ടോ. വലിയൊരു അത്തമാണ് ഞങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത്തപ്പൂക്കളത്തിൻ്റെ ഡിസൈനൊക്കെ ഞാൻ കമ്മ്യൂണിറ്റിയിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത വ്ളോഗിൽ ഞാൻ നമ്മുടെ ഫുൾ അത്തപ്പൂക്കളത്തിൻ്റെ ഞാൻ ഷെയർ ചെയ്യാം. അപ്പോൾ ഇത് പകുതി വരെയാണ് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. ബാക്കിയുള്ളതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ ഷെയർ ചെയ്യാം കേട്ടോ. അതിനുശേഷം ഞാൻ വന്നിട്ട് കുരുത്തോല തോരണമൊക്കെ ഫ്രണ്ടിലും കെട്ടി, അതുപോലെ നമ്മുടെ ആ ഒരു പൂജാ ഷെൽഫിൻ്റെ അവിടേക്ക് എന്ന് കെട്ടിയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ പോയി കിടന്നു കേട്ടോ. പിന്നെ തിരുവോണത്തിൻ്റെ അന്ന് രാവിലത്തെ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.